ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലുവയിലുള്ള വിഷൻ ഹോണ്ടയിലാണ്. ഇവരുടെ ഡീലർഷിപ്പിൽ ഇന്നായിരുന്നു നമ്മുടെ അമേസിൻ്റെ ലോഞ്ച്. എനിക്കിപ്പോൾ ഈ വണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് തന്ന് നമ്മുടെ റോജൻ ബ്രോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വണ്ടി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എൻക്വയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡീലർഷിപ്പിലേക്ക് വരാനാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കാം. ആൻഡ് നമുക്കിപ്പം എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു ഓവർവ്യൂ മൊത്തത്തിൽ നോക്കാം. എന്തായാലും ഞാൻ വണ്ടി കണ്ടതാണല്ലോ, അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ പുതിയ ഒരു ഗ്രില്ല് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ചെക്കൗട്ട് ഫ്ലാഗ് ഗ്രിൽ എന്നാണ് ഇതിനെ ഹോണ്ട വിശേഷിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ക്രോം എലമെന്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് LED ഹെഡ് ലാംപ്സ് ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. അതുപോലെ തന്നെ DRLസും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു എലവേറ്റ് പോലത്തെ ലുക്ക് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഇത്തിരി കൂടെ ചെറിയ വേർഷൻ. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഹുഡിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് ബോണറ്റ് ഏകദേശം കാണാൻ പറ്റും. നിങ്ങളൊരു ഇത്തിരി സീറ്റ് പൊക്കിയിടുകയാണെങ്കിൽ. പൊതുവെ സെഡാൻസിലൊന്നും ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ട്. ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോഗ് ലാംപ്സ് LED ആയിട്ട് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അതാണ് ഫ്രണ്ടിലത്തെ കാര്യം പറയാൻ പറ്റുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ പുതിയ അലോയ് വീൽസ് കാണാം ഈ വാഹനത്തിൽ. ഇത് സിറ്റിയുടെ 16 ഇഞ്ച് വീൽസിൻ്റെ തന്നെ കുറച്ചൊരു ചെറിയ വേർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 15 ഇഞ്ചാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നേരത്തെ 15 തന്നെയായിരുന്നു, സൈസ് കൂട്ടിയിട്ടില്ല. ടയർ സൈസ് ഇവിടെ കാണാം 185, 60 R15s ആണ് ടയർ സൈസ് വരുന്നത്. ഇതിന് മുന്നത്തെ സെക്കൻഡ് ജെൻ മോഡൽ നമുക്ക് 175 വരുന്ന ക്രോസ് സെക്ഷൻ ഉണ്ടായിരുന്നു. സോ 10 മില്ലിമീറ്റേഴ്സ് ക്രോസ് സെക്ഷൻ കൂട്ടി ഇപ്പോൾ 185 ആക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ സൈഡ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം ക്രോം ഫിനിഷിലാണ് വരുന്നത്. ORVMs എല്ലാം ബോഡി കളർഡാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളിപ്പം വണ്ടി ഇതിനകത്ത് ഞെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അകത്തോട്ട് കൈയിട്ടാൽ മതി ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ. അപ്പോൾ തന്നെ അൺലോക്ക് ചെയ്ത് കിട്ടും. ആൻഡ് ORVMs ഇതാണ്, സിറ്റിയിൽ വരുന്ന സെയിം ORVMs ആണ്. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ലെയിൻ വാച്ച് ക്യാമറയുടെ ആ ഒരു സംഭവം കാണാം. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ക്യാമറ ഉള്ളൂ, റൈറ്റ് സൈഡിൽ വരുന്നില്ല. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് അവൈലബിൾ ആണ് ഒരു സൈഡിലെങ്കിലും ക്യാമറ. പിന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻഡിന് റൂഫിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡിലും ക്യാമറ ഉണ്ട്. വണ്ടിക്കകത്ത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന 2 ക്യാമറയാണുള്ളത്. ഇനി 360 ക്യാമറ ഇല്ല എന്നുള്ള നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചെയ്തു വരും. 30,000 അടുത്താണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതിന് മുന്നേ 30,000 ആയിരുന്നു. ഈ വണ്ടിയിൽ 32ൻ്റെ അടുത്ത് വരുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് വിഷ്വൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ തന്നെ കിട്ടും. 4 സൈഡിലും ക്യാമറയും വരും. അതല്ലാതെ നമുക്ക് ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ വിൻഷീൽഡിൽ ഒരു ക്യാമറ വരുന്നുണ്ട് ADASൻ്റെ. ആൻഡ് റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് LED ടെയിൽ ലാംപ്സ് കാണാം. ഓൾമോസ്റ്റ് സിറ്റി ആയിട്ടുള്ള കട്ട ഇൻസ്പിറേഷനുള്ള ടെയിൽ ലാംപ്സ് ആണ്. ശരിക്കും അതുപോലെ തന്നെ തോന്നും. LED ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് സാധാരണ ഹാലജൻ ബൾബിലാണ് വരുന്നത്. പിന്നെ അമേസിൻ്റെ ബാഡ്ജിങ്, ഐവിടെക്കിൻ്റെ ബാഡ്ജിങ്, ഹോണ്ടയുടെ ബാഡ്ജിങ്, പിന്നെ നമ്മുടെ ലൈസൻസ് പ്ലേറ്റിൻ്റെ ഒരു പൊസിഷൻ വന്നിരിക്കുന്ന ഡിക്കി ഡോറിൽ തന്നെയാണ്, താഴത്തായിട്ടല്ല. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. സോ ഇതാണ് നമുക്കിതിൻ്റെ റിയറിൽ കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ്. ഇനിയിപ്പം ജസ്റ്റ് ബൂട്ടും കൂടെ തുറന്ന് കാണിച്ചു തരാം. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്നത് ഈ വാഹനത്തിലാണ്. 416 ലിറ്റേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബൂട്ട് സ്പേസ്. ഈവൻ ഡിസയറൊക്കെ നോക്കുകയാണെങ്കിൽ 382 ലിറ്റേഴ്സിൻ്റെ അടുത്താണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൽ പക്ഷേ കുറച്ചുകൂടി സ്പേസ് കൂടുതലാണ്. ഈവൻ നമ്മൾ യൂസബിൾ സ്പേസ് നോക്കുകയാണെങ്കിലും ആവശ്യത്തിന് സ്ഥലമുണ്ട്. നിങ്ങൾക്കൊരു വീക്കെൻഡ് ഡേ ട്രിപ്പിനുള്ള ബാഗുകളും സാധനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ബോണറ്റും കൂടെ തുറന്ന് കാണിച്ചു തരാം. സോ ഇവിടെ നമ്മളിപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ ബേയിൽ. നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 ലിറ്റർ എഞ്ചിനൊക്കെ ഇതിൻ്റെ എഞ്ചിൻ ബേയിൽ വെക്കാൻ മാത്രമുള്ള സ്ഥലമുണ്ട്. 1.2 ആണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 90 PS പവറും 110 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്റ്റെപ്പ് CVT അതുപോലെ 5 സ്പീഡ് മാനുവലാണ് ഈ ഒരു വണ്ടി വരുന്നത്. 1.5 കൊടുക്കാത്ത ടാക്സിൻ്റെ പ്രശ്നങ്ങളുകൊണ്ടാണ്. അത് നമ്മളിപ്പം ഈ ഒരു സപ്പോമീറ്റർ കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾ 1200 cc മുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോകുകയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി കൂടും. 16 to 20% അടുത്ത് എക്സൈസ് ഡ്യൂട്ടി വരും. ഇതിലിപ്പം സപ്പോമീറ്റർ ഉള്ള വണ്ടികളിൽ ജസ്റ്റ് 8% മാത്രമേ എക്സൈസ് ഡ്യൂട്ടി വരുന്നുള്ളൂ. അത് 20ൽ നിൽക്കില്ല. കുറച്ച് വലിയ വണ്ടികളാണെങ്കിൽ 24 വരെയൊക്കെ പോകും. സോ അതാണ് ആ ഒരു കാര്യം. എഞ്ചിനിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പവറിൻ്റെ കാര്യത്തിലൊന്നും അതിന് ഡിഫറൻസ് പറയാൻ പറ്റില്ല. ഗൈസ്, എനിക്ക് കുറച്ചധികം കഴിവ് കൂടുതലായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇൻറ്റീരിയറിൻ്റെ എല്ലാം ഫോട്ടോസായിട്ടാണ് വന്നത്. ക്യാമറ ഫോട്ടോ മോഡിലേക്ക് പോയി, സോറി. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ഫോട്ടോസ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ഒന്നുകൂടെ പോയി എടുക്കൽ കുറച്ച് പണിയാണ്. എന്തായാലും ഞാനിതിൻ്റെ ഡ്രൈവ് റിവ്യൂ ചെയ്യും. ആ സമയത്ത് നമുക്ക് കറക്റ്റ് ഇൻറ്റീരിയർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എന്തായാലും വണ്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് ഞാൻ പറയാം. സോ എക്സ്റ്റീരിയർ ഡിസൈൻ കഴിഞ്ഞ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് കാണാം പ്രീവിയസ് ജനറേഷൻ അമേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഓൾമോസ്റ്റ് നമുക്ക് എലവേറ്ററായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ AC വെൻസ് കണക്ട് ചെയ്യുന്ന പോർഷനൊക്കെ എലവേറ്ററിൽ ഒരു ഫേക്ക് വുഡ് പോലത്തെ ട്രിമ്മായിരുന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് എലമെൻറ്റ് വെച്ച് പ്ലാസ്റ്റിക് പോലത്തെ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. എലവേറ്ററിലും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു ഫിനിഷ് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല. ടോപ്പ് പോർഷൻ ആണെങ്കിലും ബോട്ടം പോർഷൻ ആണെങ്കിലും എല്ലാം ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് തന്നെയാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത്ര മോശമൊന്നുമല്ല. ലോങ് ലാസ്റ്റിംഗ് പ്ലാസ്റ്റിക് ആയിരിക്കും. ഹോണ്ടയുടെ പിന്നെ വണ്ടികളിൽ പ്ലാസ്റ്റിക് ക്രാക്കിങ്ങോ ക്രീക്കിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ പൊതുവേ കേൾക്കാത്തതാണ്. ഈ വാഹനത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഇനി സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റിയിലും എലവേറ്റിലും ഒക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ അമേസിലും അവർ കൊടുത്തിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ അല്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ പിടിക്കുക
ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബറൈസ്ഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഹാർഡ് ടച്ചിങ് ഫീലിംഗുള്ള റബ്ബറല്ല. പിന്നെ ബാക്കി കൺട്രോൾസ് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ആയിക്കോട്ടെ, ഓഡിയോ കൺട്രോൾസ് ആയിക്കോട്ടെ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസും റൈറ്റ് സൈഡിലായിട്ട് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ആണ് വരുന്നത്. 6 ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. നമുക്ക് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്, പിന്നെ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നല്ല ഫീച്ചേഴ്സാണ്. പക്ഷേ നമ്മുടെ റോഡ്സിന് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തായാലും സാധനങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതിനകത്ത് ക്യാമറ ബേസ്ഡ് എഡ് അസിസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അതായത് ഗ്ലാസ്സിലായിട്ടാണ് ഒരു മൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഫോട്ടോയിൽ വന്നുകൊണ്ട് കിട്ടിയില്ല. ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 7 ഇഞ്ചസിൻ്റെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള MID ആണ് വരുന്നത്. അത് ബേസ് മോഡൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് സിറ്റിയുടെ ടോപ്പ് എൻഡിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ടിരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ 8 ഇഞ്ചസിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതെല്ലാം സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും ഭയങ്കര ലാഗൊന്നുമില്ല, അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ ഗ്രാഫിക്സ് ആനിമേഷനൊന്നും നിങ്ങൾ കൊറിയൻസ് ഒക്കെ തരുന്ന അത്ര ഒരു ലെവലിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും ഡീസൻ്റ് ആണ്. നമുക്ക് സിറ്റിയിലൊക്കെ കിട്ടുന്ന സെയിം ഇൻഫോടൈമെൻ്റ് ആണ്. പിന്നെ താഴത്ത് നമ്മുടെ AC കൺട്രോൾ നോക്കുകയാണെങ്കിൽ അത് എലവേറ്റിലുള്ള അതേ കൺട്രോളാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ആണ് വരുന്നത്. അതിൻ്റെ ഫീലും വലിയ കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിയുടെ അത്രയും ടാക്ടൈൽ അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ടാക്ടൈൽ ഫീലുള്ള സ്വിച്ച് തന്നെയാണ് വരുന്നത്. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് അവൈലബിൾ ആണ്. ഇതൊന്നും നേരത്തെ എലവേറ്റിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ആയിരുന്നു. വയർലെസ് ചാർജിങ് പാഡ് ഇല്ലായിരുന്നു, ADAS ഇല്ലായിരുന്നു. അതുപോലെ നേരത്തെ 7 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ 8 ഇഞ്ചസ് ആക്കി. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ക്യാബിൻ ലാമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റൂഫിൽ 2 ക്യാബിൻ ലാമ്പാണ് വരുന്നത്. ഒന്ന് ഡ്രൈവർ സൈഡ് ഉണ്ട്, അതായത് ഫ്രണ്ടിലുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലൊരു ക്യാബിൻ ലാമ്പ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ റിയർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്നൊരു പൊസിഷൻ. ഫ്രണ്ടിലത്തെ സീറ്റ് എൻ്റെ ഹൈറ്റിന് അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് കുറവാണ്, അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. പക്ഷേ എന്നാലും എൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പേസ് ഓഫർ ചെയ്യുന്ന വാഹനം കൂടിയാണ് നമ്മുടെ പുതിയ ജനറേഷൻ അമേസ്. ഓൾമോസ്റ്റ് ഡിസയറുമായിട്ട് കമ്പാരബിൾ ആണ്. പക്ഷേ എൻ്റെ സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിളൊക്കെ വളരെ നല്ലതാണ്. നമുക്കിങ്ങനെ സുഖമായിട്ട് വിശാലമായിട്ടൊക്കെ ബാക്കിലിരുന്ന് പോകാൻ പറ്റും. സ്പേസും ഇഷ്ടം പോലെ ഉണ്ട്. സ്കൂപ്ഡ് ഔട്ട് സീറ്റ് ബാക്ക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ലെഗ് സ്പേസിനൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ സീറ്റിൻ്റെ അടിയിലോട്ട് കാല് പോകും. അപ്പോൾ കാല് വേണമെങ്കിൽ നീട്ടിയൊക്കെ വെച്ചിരിക്കാൻ മാത്രം ഇതിൻ്റെ അകത്ത് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ ആണ് സെൻറ്ററിൽ. ആൻഡ് 3 ഹെഡ് റെസ്റ്റുകൾ ഫിക്സ്ഡ് ആണെങ്കിലും ഒരു ബാക്കിൽ 3 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. ആൻഡ് റിയർ AC വെൻസ്, അത് നേരത്തെ നമ്മുടെ അമേസിൽ ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് 3 ഹെഡ് റെസ്റ്റ്. നമുക്ക് സെൻട്രൽ പാസഞ്ചറിന് മുന്നേ അമേസിൽ ഹെഡ് റെസ്റ്റ് ഇല്ലായിരുന്നു. ഈവൻ അത് ഇപ്പോഴത്തെ സിറ്റിയിൽ പോലും ഇല്ല, പക്ഷേ സ്റ്റിൽ അവർ അമേസിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ആംറസ്റ്റ് വരുന്നില്ല, അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ആണ് വരുന്നത്. പക്ഷേ അത് കമ്പനിയിൽ നിന്ന് തന്നെ അവർ ചെയ്തു തരും. അതിന് 8,000 അടുത്ത് എന്താണ് കോസ്റ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡോർ പാഡ്സിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കിട്ടും. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഇരിക്കുന്ന ടോപ്പ് എൻഡ് വണ്ടിയാണ്, ZX വേരിയൻ്റ് ആണ്. പക്ഷേ എന്നാലും ബാക്കിൽ നമുക്ക് ആ ഒരു ഡോർ പാഡ്സിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വരുന്നില്ല. അവിടെ അതിന് പകരം പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ കുറച്ച് ഹാർഡാണ്. ഇനി ഒരു ചെറിയ കോസ്റ്റ് കട്ടിങ് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലത്തെ റബ്ബർ ബീഡിങ് എടുക്കുകയാണെങ്കിൽ അത് ബാക്കിലത്തെ ഒരു ഷോൾഡർ ലൈനൊക്കെ എത്തുമ്പോഴേക്കും അവിടെ ഇങ്ങ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡോറിലല്ലാത്ത ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത്. പക്ഷേ അതേസമയം ഡോറിൽ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന അങ്ങ് എൻഡ് വരെയില്ല, കുറച്ച് ഭാഗത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അവിടെ നമുക്ക് ബോഡി പാനൽ തന്നെയാണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു കോസ്റ്റ് കട്ടിങ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഈ വണ്ടിയിൽ മാത്രമല്ല, ഹോണ്ട മിക്ക വണ്ടികളും ചെയ്യുന്നതാണ്. പെട്ടെന്ന് അങ്ങനെ ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. പിന്നെ ഇവരുടെ വണ്ടികൾക്ക് ചെറിയ ഇൻസുലേഷൻ കുറവാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഇൻസുലേഷനെ പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡ്രൈവ് റിവ്യൂ വണ്ടി അവൈലബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ചെയ്യാം. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം, നമുക്ക് നോക്കാം. 6 കളേഴ്സാണ് ഈ വാഹനത്തിൽ മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ 2 കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ ആണ്. ഈ കളർ ആക്ച്വലി പുതിയതാണ്. നമ്മുടെ എലവേറ്റിലും അതുപോലെ സിറ്റിയിലൊക്കെ ഈ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഡീലർഷിപ്പിൽ ഉണ്ടായിരുന്ന റെഡ് കളറാണ്. ഞാനിവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തേക്കാം. എന്തായാലും 2 വണ്ടികളും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങുന്നതിന് മുന്നേ കണ്ട ആ ഒരു ബോർ ലുക്ക് ശരിക്കും കാണുമ്പോൾ വണ്ടിക്കില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലുക്കാണ് വരുന്നത്. എലവേറ്റും സിറ്റിയും കൂടെയുള്ള ഒരു മിക്സ്ഡ് ലുക്ക് എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും കാണുമ്പോൾ ബോറാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം ഒരു ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഒരു അണ്ടർ ബോഡി കവർ പോലത്തെ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തതാണ്, ബട്ട് കിട്ടിയില്ല. മൈ ബാഡ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ വീലിൻ്റെ അകത്തൊരു കവർ വരുന്നുണ്ട്, ആ മെറ്റൽ പോർഷൻസ് ഒന്ന് എക്സ്പോസ് ആവാതിരിക്കാനായിട്ട്. അത് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ബാക്കിലില്ല എന്നുള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് നന്നായിട്ട് ടക്കൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ കാണാൻ പറ്റും. ഇനി അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ്സ് ബേസ് മോഡൽ പോലെ അവൈലബിൾ ആണ്. അതുപോലെ ESP ആയിക്കോട്ടെ, ട്രാക്ഷൻ കൺട്രോൾ ആയിക്കോട്ടെ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, പിന്നെ നേരത്തെ നമ്മൾ ലെവൽ 2 ADAS പറഞ്ഞായിരുന്നു. അത് ZX വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ, ടോപ്പിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി ഞാൻ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ ഉണ്ട്. ഈവൻ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണെങ്കിലും ബേസ് മോഡൽ പോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൽ നമുക്ക് BX-ലും ZX-ലും കീയിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കേണ്ട ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് ഞാൻ സ്റ്റാർട്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷേ അതും കിട്ടിയില്ല.
നിങ്ങൾ എറണാകുളത്തുള്ള ആളാണെങ്കിൽ ആലുവ വിഷൻ ഹോണ്ടയിൽ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഡിസ്പ്ലേക്ക് ഉണ്ട്. ഇത് നമ്മുടെ ഓൺ റോഡൊക്കെ ഹൈവേയിൽ തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ കളമശ്ശേരി നേരെ പോകുകയാണെങ്കിൽ ഓൺ റോഡ് എത്തുന്നതിന് കുറച്ച് മുന്നേ ഈ സ്കോഡയുടെ മറ്റേ MGയുടെ ഒക്കെ ഡീലർഷിപ്പ് അടുപ്പിച്ച് ഒന്ന് കിടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ കൂടെ തന്നെ ഹോണ്ടയുണ്ട്. സോ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സ്റ്റോറൂം പ്രൈസ് 7.99 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 10.9 lakhs വരെയാണ് പോകുന്നത്. ഓൺ റോഡ് പ്രൈസ് ഞാൻ അടുത്ത് ചോദിച്ചു, പക്ഷേ വണ്ടി ജസ്റ്റ് അവിടെ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് മൊത്തം റെഡി ആയിട്ടില്ല. എന്തായാലും ഡ്രൈവർ റിവ്യൂ ആകുമ്പോഴേക്കും ഞാൻ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ അതാണ് പുതിയ ജനറേഷൻ അമേസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.